ഗേസെമൻ കുടുംബത്തിലെ കലാസ്നേഹികളെ, ചിരിക്കാനും ചിന്തിക്കാനും പറ്റിയ ഒരടിപൊളി സ്കിറ്റുമായി ഇതാ സെന്റ് ആന്റണീസ് കൂട്ടായ്മ നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെയുമുണ്ടോ ഒരമ്മ? ആ, ഇങ്ങനെയുമുണ്ട് ഒരമ്മ. ഇങ്ങനെയുമുണ്ടോ ഒരമ്മ? ആ, ഇങ്ങനെയുമുണ്ട് ഒരമ്മ. ഓ, പപ്പായുടെ പ്രൊഫൈൽ പിക്ചറിന് എത്ര ലൈക്സാ കിട്ടിയിരിക്കുന്നത്? എടാ റോയ് മോനെ, അതവിടെ വെച്ചിട്ട് നീ വല്ലതും പോയി പഠിക്കാൻ നോക്ക്. പരീക്ഷ എന്നാണെന്ന് അറിയാമോ? 1 മാസം കഴിഞ്ഞ് സ്കൂൾ ഫൈനൽ എക്സാമാണ്. ഇതുവരെ സെക്കൻഡ് റിവിഷൻ തീർന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ടോട്ടലിൽ നിന്ന് 2 മാർക്ക് കുറഞ്ഞു പോയാൽ ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? മമ്മി, ഇന്ന് സൺഡേ സ്കൂൾ എക്സാം ആണ്. ഹോ, ഞാൻ കരുതി സ്കൂളിലെ എക്സാം ആണെന്ന്. സൺഡേ സ്കൂളിൽ നിനക്കെല്ലാം അറിയാമല്ലോ, അത് വെച്ചങ്ങ് എഴുതിയാൽ മതി. ഇപ്പോൾ പോയി സ്കൂൾ എക്സാമിന് വേണ്ടിയുള്ളത് പഠിക്കുക. സ്കൂളിലെല്ലാം പഠിച്ചു കഴിഞ്ഞു മമ്മി. ഇനി മമ്മി സൺഡേ സ്കൂളിലെ പഠിപ്പിക്ക്. എടാ മോനെ, നിനക്ക് അറിയാവുന്നതെല്ലാം വെച്ചങ്ങ് എഴുതിയാൽ മതി. ഇപ്പോഴാ മമ്മി ഒന്ന് ഫ്രീ ആയത്. ഞാൻ ഫോണൊന്ന് നോക്കി ഒന്ന് വിശ്രമിക്കട്ടെ. പിന്നെ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. കിഴക്കുനിന്ന് വന്ന വിദ്വാൻമാർ യേശുവിനെ കണ്ട് നമസ്കരിച്ച് കാഴ്ചകൾ സമർപ്പിച്ചു. മമ്മി, ഈ കാഴ്ചയെന്ന് വെച്ച എന്താ? ഈ കാഴ്ചയെന്ന് പറയുന്നത് കുട്ടിയെ കാണാൻ വരുന്നവർ കൊണ്ടുവരുന്ന ഗിഫ്റ്റാണ്. മോൻ്റെ അനുജത്തി മാളു ഉണ്ടായപ്പോൾ കാണാൻ വന്നവർ ഓരോ ഗിഫ്റ്റ് കൊണ്ടുവന്നില്ലേ, അതാണ് കാഴ്ച. ബാക്കി പോയി സ്കൂൾ ഫൈനൽ എക്സാമിനുള്ളത് പഠിക്കുക. യേശുവിനെ സ്നാനപ്പെടുത്തിയതാര്? അതാരാ മമ്മി? അത് പത്രോസാന്നാ തോന്നുന്നേ. യേശു ക്രിസ്തു ജനിച്ചത് എവിടെ? അത് പപ്പ പറഞ്ഞതാ. എവിടെയാ പപ്പ? അത് സിറിയയിലാണെന്നാ തോന്നുന്നേ. നീ പോയി ആ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കേ. അയ്യോ, സൺഡേ സ്കൂൾ വണ്ടി വരാറായി. പപ്പ, നമുക്ക് സിറിയ ഉറപ്പിക്കാം. പപ്പ പറഞ്ഞതല്ലേ, അപ്പൊ തെറ്റില്ല. എന്തെങ്കിലും ആകട്ടെ, എക്സാമിന് നീ ഓക്കെ അല്ലേ? നീ ബൈബിളൊന്ന് വായിച്ച് പ്രാർത്ഥിച്ചിട്ട് പോ. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. ഷോ, ഈ മൊബൈലിലെ ചാർജ് തീർന്നു പോയല്ലോ. ബാക്കി നിനക്ക് കാണാതെ അറിയില്ലേടാ? ഇല്ല പപ്പ, പപ്പ ബാക്കി ഒന്ന് പറഞ്ഞു തന്നേ. അത് പിന്നെ ആവാം. അത് പോട്ടെ, വണ്ടി വരാറായി. മനസ്സിൽ പ്രാർത്ഥിച്ചു പോവും. എടാ റോയ് മോനെ, പരീക്ഷ നന്നായി എഴുതിയോ? ഫുൾ മാർക്ക് കിട്ടുമോ? എന്തൊക്കെയാണ് ചോദിച്ചത്? ഈശോ ജനിച്ചതും ഈശോ പള്ളിയിൽ പോയ കാര്യങ്ങളും പിന്നെ ഈശോയെ സ്നാനപ്പെടുത്തിയത് ആരാണെന്നും ഈശോ ചെയ്ത അത്ഭുതങ്ങളും ഉപമകളും ഒക്കെ ചോദിച്ചു മമ്മി. ആഹാ, എങ്കിൽ എൻ്റെ കൊച്ചിന് ഫുൾ മാർക്കാണല്ലോ. നീ എല്ലാം പഠിച്ചിരുന്നതല്ലേ കള്ളക്കുട്ട? വന്ന് കാപ്പി കുടിച്ചിട്ട് സ്കൂളിലെ എക്സാമിന് തയ്യാറാകുക. പപ്പ വന്നു കഴിയുമ്പോൾ നമുക്ക് പുറത്ത് ഷോപ്പിങ്ങിന് പോകാം. ഐസ്ക്രീമൊക്കെ വാങ്ങിത്തരാം. ലൂസിയെ, റോയ്മോൻ്റെ ഫ്രണ്ടിൻ്റെ പപ്പായാണ് വിളിച്ചത്. സൺഡേ സ്കൂളിൽ പേപ്പർ വാലുവേഷൻ കഴിഞ്ഞു. പെരുന്നപ്പള്ളിയിലെ റോജിൻ്റെ മോന് ഫസ്റ്റും പാലാത്തെ സോമൻ ചേട്ടൻ്റെ കൊച്ചുമോന് സെക്കൻഡുമാണെന്നാണ് പറഞ്ഞത്. ഷോ, ഞാനീ കേൾക്കുന്നത് എന്താണ്? നീ എല്ലാം എഴുതിയെന്ന് പറഞ്ഞിട്ടോ?
അമ്മേ, അമ്മ പറഞ്ഞു തന്നതുപോലെ എല്ലാം ഞാൻ എഴുതിയതാ. എന്നിട്ട് എനിക്ക് ഫസ്റ്റും സെക്കൻഡും ഒന്നുമില്ലേ? നീ എല്ലാം എഴുതിയതല്ലേ? ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ചോദിച്ചിട്ട് തന്നെ കാര്യം. വാടാ മോനെ, ഇപ്പോൾ തന്നെ ചെന്നാൽ ഓഫീസിൽ നിന്നും ടീച്ചർ പോയി കാണുകയില്ല. സ്കൂളിലെ എക്സാമിനിടയിൽ ഇവനെ വേദപാഠം പഠിപ്പിച്ചതാണ്. എന്നിട്ട് ദൈവമേ, ഇന്ന് എന്തെങ്കിലും സംഭവിക്കുമോ? രണ്ടും കൂടെ പോയിട്ടുണ്ട്. ടീച്ചറെ, റോയ്മോൻ വേദപാഠ പരീക്ഷയ്ക്ക് എല്ലാത്തിനും ഉത്തരം എഴുതിയിട്ടുണ്ട്. എന്താണ് കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു പോയത്? അവൻ എഴുതിയ ശരി ഉത്തരത്തിനെല്ലാം ഞാൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. അവൻ എന്താണ് എഴുതിയതെന്ന് അമ്മ അവനോട് ചോദിച്ചോ? എൻ്റെ റോയ്മോൻ എല്ലാം എഴുതിയിട്ടുണ്ട്. അവൻ മിടുക്കനാണ്. എങ്കിൽ ആ മിടുക്കൊന്നും പേപ്പറിലില്ലല്ലോ. ഇതല്ലേ എച്ചം വരുന്നത്? ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. എന്നാ ഒരു തർക്കം പോലെ. അതെ ടീച്ചറെ, റോയ്മോൻ നന്നായി പരീക്ഷ എഴുതിയതാ. പക്ഷേ മാർക്ക് വന്നപ്പോൾ അവന് ഫസ്റ്റും ഇല്ല സെക്കൻഡും ഇല്ല. അതെന്താ? നമുക്ക് നോക്കാം. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ടീച്ചറെ, ആ റോയ്മോൻ എഴുതിയ ആൻസർ ഷീറ്റും ആ ക്വസ്റ്റ്യൻ പേപ്പറും ഇനി എടുത്തേ. റോയ്മോൻ ഇങ്ങ് നീങ്ങി നിന്നേ. ആദ്യത്തെ ചോദ്യം അമ്മ കേട്ടോളൂ. ജെറിക്കോ മതിൽ തകർത്തതാര്? അത് ഞാനല്ല, ആ ഇസക്കും ജോയിലും ആയിരിക്കും. അമ്മാരാ മതിലേ കയറി എപ്പോഴും ചാട്ടവാ. ടീച്ചർ ഒന്ന് അവരോട് പോയി ചോദിച്ചു നോക്കിയേ. എൻ്റെ റോയ്മോൻ അങ്ങനെ നശീകരണം ഒന്നും ചെയ്യത്തില്ല. അവൻ ഗുഡ് ബോയ് ആണ്. ഇനി അങ്ങനെ വല്ലതും ചെയ്താൽ തന്നെ അതിൻ്റെ കാശ് ഞങ്ങൾ എണ്ണി തന്നോളാം. എത്രയെന്ന് പറഞ്ഞാൽ മതി. അതിന് എൻ്റെ കൊച്ചിൻ്റെ മാർക്ക് കുറയ്ക്കണം. ഓ, അത് ശരി. ഇത് ബൈബിളിലെ ചോദ്യമാ. അപ്പോൾ റോയ്മോൻ അതിന് ഉത്തരം എഴുതിയിട്ടില്ലെന്ന് മനസ്സിലായല്ലോ. ഒന്ന് തെറ്റിയാലും സെക്കൻഡെങ്കിലും കിട്ടണ്ടേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം വായിക്കാം. ആദ്യത്തെ കൽപ്പന എന്ത്? ആര് ആർക്ക് കൊടുത്തു? ആദം ഹവ്വായുടെ വാക്ക് കേട്ട് പഴം കഴിച്ചു. അതാ പറ്റിയേ. പെൺവാക്ക് കേട്ടവൻ പെരുവഴിയിൽ. എന്നാ ഇനി അടുത്ത ചോദ്യം. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ആദ്യം അറിഞ്ഞത് ആര്? അത് മറിയം. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ശരിയാണല്ലോ എന്നോർത്ത് അതിന് ഞാൻ മാർക്ക് കൊടുത്തു. രാജാക്കന്മാർ ഉണ്ണിയേശുവിനെ കാണാൻ വന്നപ്പോൾ എന്തെല്ലാം കാഴ്ച വസ്തുക്കൾ കൊടുത്തു? അത് സോപ്പ്, ചീപ്പ്, പൗഡർ, പിന്നെ പാമ്പസും. എടാ മോനെ, അമ്മയല്ലേ പറഞ്ഞത് വീട്ടിൽ മാളുവിന് ഗിഫ്റ്റ് കൊടുത്തതുപോലെയാണ് ഉണ്ണിയേശുവിനും ഗിഫ്റ്റ് കൊടുത്തതെന്ന്. ഇനി അടുത്തതാട്ടെ. ദൈവം നമ്മുടെ പാപം ക്ഷമിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്തു ചെയ്യണം? അത് പാപം ചെയ്യണം. കേട്ടല്ലോ റോയ്മോന്റെ ആൻസേഴ്സ് എല്ലാം. അടുത്ത ഒന്നുകൂടി കേൾക്കാം. യേശുവിന്റെ ഒരു ഉപമയോ അത്ഭുത പ്രവൃത്തിയോ വിവരിച്ചെഴുതുക. അതിന്റെ ഉത്തരം വലുതാണ്. അത് ഞാൻ നന്നായി വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. ഉത്തരക്കടലാസ് ഇവിടെ ഇരിപ്പുണ്ട് ടീച്ചറെ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ജെറുസലേമിൽ നിന്ന് ജെറൂക്കയിലേക്ക് ഒരു മനുഷ്യൻ പോകുകയായിരുന്നു. വഴിയിൽ വെച്ച് കൊള്ളക്കാർ അവനെ ആക്രമിച്ചു. അവർ അവനെ മർദ്ദിച്ചു, ടിഷ്യൂവും ആഞ്ഞിടിച്ചു. മൃതപ്രാണനാക്കി കഷ്ണം കഷ്ണമാക്കി അവിടെ ഇട്ടു. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് കിളികൾ കൊത്തിക്കൊണ്ടുപോയി. ശേഷിച്ചത് 12 കുട്ടകളിൽ നിറയെ ശേഖരിച്ചു. അതിലൊരു കുട്ട പത്രോസ് കൊണ്ടുപോയി ദേവാലയത്തിൽ കാളകളെയും പ്രാവുകളെയും വിൽക്കുന്നവർക്ക് 12 വെള്ളിക്കാശിന് വിറ്റുകളഞ്ഞു. ഏതായാലും നല്ല ഉത്തരങ്ങൾ തന്നെ. അമ്മേ, ഇനിയും റോയ്മോന്റെ ഉത്തരങ്ങൾ വായിച്ചു കേൾക്കണോ? വേണ്ടേ വേണ്ട. എല്ലാം എഴുതിയെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ടീച്ചറെ. തിരക്കുകൾ ഏറെയുള്ള ഈ ആധുനിക യുഗത്തിൽ
കുടുംബത്തിൽ മക്കൾ ഒന്നോ രണ്ടോ. അവർ ജനിക്കുമ്പോഴേ ടോപ്പ് സ്കൂളിൽ അഡ്മിഷൻ ബുക്ക് ചെയ്ത് കഴിയും. ചെറുപ്പത്തിൽ തന്നെ അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ ചുമക്കാൻ കഴിയാത്ത ഭാരം അടിച്ചേൽപ്പിച്ച് ലോകത്തിൻ്റെ മക്കളാക്കി വളർത്തുമ്പോൾ, ഞായറാഴ്ചകളിൽ ട്യൂഷനും എൻട്രൻസ് കോച്ചിങ്ങിനും സമയം കണ്ടെത്തുമ്പോൾ, ഒരേ ഒരു വിഷയം മാത്രം ഈ സൺഡേ സ്കൂളിലേതും ഒന്ന് പഠിപ്പിച്ച് നന്നായി പരീക്ഷയ്ക്ക് ഒരുക്കുവാൻ മാതാപിതാക്കൾ സമയം കണ്ടെത്തണം. ലോകത്തിൻ്റെ മാത്രം മക്കളാകാതെ അവർ ദൈവത്തിൻ്റെ മക്കളായും വളർന്നു വരട്ടെ. നമുക്കാദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കാം. അപ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഇങ്ങനെയുമുണ്ടോ ഒരമ്മ? ആ, ഇങ്ങനെയുമുണ്ട് ഒരമ്മ. ഇവിടെ പൂർണ്ണമാകുന്നു.